ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ തേങ്ങയൊന്ന് മാറ്റിവെക്കാം. അടുത്ത ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മൈദ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റവയും ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. വെള്ളം ഒട്ടും കൂടി പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഞാനിതിവിടെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഞാനിതിവിടെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ടൈറ്റ് ഡോ ആണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ തയ്യാറാക്കിയെടുക്കാം. അധികം വലുപ്പത്തിലില്ല, നമുക്ക് ചെറിയ ഉണ്ടകളാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിതിവിടെ ഉണ്ടകളൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ പൂരികൾ പരത്തിയെടുക്കാം. നമുക്കൊരു കട്ടർ വെച്ചിട്ടോ പാത്രം വെച്ചിട്ടോ ഒരേപോലത്തെ സൈസുള്ള പൂരികളാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ പൂരികൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അധികം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ എൻഡിൽ കുറച്ച് വെള്ളം തടവിയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചതാണെങ്കിൽ ശരിക്കും സ്റ്റിക്കായി കിട്ടും. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് അട തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ തന്നെ അട തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എല്ലാ അടകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അടൻ്റെ 2 ഭാഗവും നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ വളരെ എളുപ്പത്തിലുണ്ടാക്കിയ 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് അധികം വീട്ടിലുണ്ടാക്കുന്നൊരു പലഹാരം തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള കോക്കനട്ടിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.